പഞ്ചായത്തുകൾ കാർഷിക മേഖലയെ അവഗണിക്കുന്നുവെന്ന് കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ.ജി. രവി പറഞ്ഞു. കരുനാഗപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ തഴവയിൽ നടത്തിയ ഉപവാസ സമരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാർഷിക മേഖലയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുന്നില്ലെന്ന് കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ.ജി. രവി അഭിപ്രായപ്പെട്ടു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ നടത്തിയ ഉപവാസ സമരം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി നികുതി അവരിൽ അടിച്ചേൽപ്പിച്ച് തിരിച്ചെടുക്കുന്ന ഒരു സ്ഥാപനമായി പഞ്ചായത്തുകൾ മാറിയിരിക്കുന്നു. അതിൽ കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ തിന്നുന്ന രാജാവിന് കൊല്ലുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെയാണ് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിസഭ. എല്ലാ മേഖലയിലും സർവീസ് ചാർജുകൾ 10-15 ഇരട്ടി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ജനങ്ങൾക്ക് നീതിയുണ്ടോ? ഞാൻ ഇന്ന് ഉച്ചകാലത്തെ അസംബ്ലിയിലെ പ്രസംഗം AP അനിൽകുമാർ കൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി. നിത്യോപയോഗ സാധനങ്ങൾ ഓരോന്നിന്റെയും വിലക്കയറ്റം എണ്ണി പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ബിന്ദു ജയൻ, DCC വൈസ് പ്രസിഡന്റ് ചിറ്റുമൂല നാസർ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് N അജയകുമാർ, തഴവ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B അനിൽകുമാർ, KSU നിയോജക മണ്ഡലം ചെയർമാൻ ഇന്ദ്രജിത്ത്, രുക്മിണിയമ്മ, നിഹാദ്, ആഞ്ഞിലിമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉപവാസം നടത്തിയ മണ്ഡലം പ്രസിഡന്റുമാർക്കും ജനപ്രതിനിധികൾക്കും കെ.ജി. രവി നാരങ്ങാനീര് നൽകി 5 മണിക്ക് ഉപവാസ സമരം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.